സൺഡേ ആയതുകൊണ്ട് എണീക്കാൻ ലേശം ഒന്ന് വൈകി. എന്താ പെട്ടെന്ന് ഉണ്ടാക്കുക എന്ന് ആലോചിക്കുമ്പോഴാണ് ആട്ട ഇരിക്കുന്ന കണ്ടത്. ഇത് ഫോർച്യൂണിൻ്റെ ആട്ട കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല എനിക്ക് ഓക്കെയാണ്. നിങ്ങൾ ഏതൊക്കെ ആട്ടയാണ് യൂസ് ചെയ്യുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യാവോ? അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു നോർത്ത് ഇന്ത്യൻ പറാത്ത ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. നമ്മൾ പൊറോട്ട എന്ന് പറയുന്ന സാധനം തന്നെ, പറാത്ത, അതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്നൊന്ന് ആലോചിച്ചു. ആട്ട എടുത്തു. ഞാൻ ഈ വെറുതെ ഈ കൈ കൊണ്ട് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ ആട്ട മാറി നമ്മൾ കുഴച്ച് വെച്ച ആട്ടപ്പരുവാവുമല്ലോ, അതിന് വേണ്ടിയിട്ടൊന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ് കേട്ടോ. ആട്ട കുഴക്കാന്ന് വെച്ചാൽ അത്യാവശ്യം ടാസ്ക്കുള്ള പണിയാണ്. വെള്ളം കൂടാതെ കുറയാതെ അതിൻ്റെ ഒരു കൺസിസ്റ്റൻ്റ് കിട്ടണമെങ്കിൽ കുറച്ചൊരു പണിയാണ്. ഏതായാലും ആട്ടൊക്കെ കുഴച്ച് വെച്ചു. തവ എടുത്തു, ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പറാത്ത ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പം നമുക്ക് പറാത്ത ഉണ്ടാക്കാനായിട്ട് ആദ്യം ആട്ട ഞാനൊരു ബോൾ പരുവത്തിലാക്കി ലേശം നമ്മൾ ആട്ടപ്പൊടിയിലൊന്ന് മുക്കി, എന്നിട്ട് നല്ല നൈസായിട്ടൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ ഷേപ്പ് തന്നെ വേറെയാണ്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്ന ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ പറാത്ത ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആട്ട പരത്തി നമുക്ക് ഒരു പറാത്ത ഉണ്ടാക്കി നോക്കാം. ആട്ട നല്ലോണം നൈസായിട്ട് പരത്തിയെടുക്കണം. ഈ ആട്ട പരത്തുന്ന സമയത്ത് ഇത് മടക്കി സ്ക്വയർ ഷേപ്പിലാണല്ലോ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നേ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഒരു ഗീ, നിങ്ങൾക്ക് എങ്ങനെയാണോ ഗീ വേണ്ടതെന്ന് വെച്ചാൽ ഏത് കമ്പനിയുടേതാണെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഗീ എടുത്ത് കുറച്ച് അതിൻ്റെ മേലെ പുരട്ടി 4 ഭാഗത്താക്കിയിട്ട് മടക്കിയിട്ട് നമ്മളൊരു സ്ക്വയർ ഷേപ്പിലാണ് ഈ ആട്ട പരത്തിയെടുക്കുന്നത്. ഇത് നമുക്ക് കറിയൊന്നും ആവശ്യമില്ല. അത്യാവശ്യം നല്ല ടേസ്റ്റാണ് ഇത് അങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഇതുപോലെ ആക്കി നമ്മൾ പൊടിയിൽ ലേശം ഒന്ന്, കാരണം എന്ന് വെച്ചാൽ പറ്റിപ്പോവാൻ പാടില്ലല്ലോ. അപ്പോൾ പൊടിയിൽ ലേശം ഒന്ന് പരത്തിയിട്ട് പൊടി ലേശം അതിൻ്റെ മേലെ ഒന്ന് തൂവി നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് ഞാൻ ഗീ എടുത്തത് കുറച്ച് കൂടിപ്പോയി തോന്നുന്നു. ഗീ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തോക്കൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ഗീ എടുക്കുമ്പോൾ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ തവയിലിട്ട് ചെറുതായി ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിടാം. അതിൽ ഇത്തിരി എണ്ണ തൂവണം കേട്ടോ. എണ്ണ എല്ലാ സൈഡിലും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് മറിച്ചിടുക. നമുക്ക് ഈ പരുവത്തിലാവും. അപ്പോൾ ഈ സൈഡിലും കുറച്ചൊന്ന് എണ്ണ തൂവിയാൽ നമുക്ക് എന്ത് ചെയ്യാം, മറിച്ചിട്ട് അങ്ങനെ ആ രീതിയിൽ എന്ത് ചെയ്യാം, നല്ല മുരിഞ്ഞ രീതിയിലാക്കി എടുക്കാം. ഇതിപ്പം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ലൊരു പറാത്ത ആയിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് എന്തിൻ്റെ കൂടെ, അച്ചാറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇത്തിരി നെയ്യ് അതിൻ്റെ മേലെ ആക്കി കൊടുത്താൽ അത്രയും ടേസ്റ്റാണ്. ഇപ്പോൾ കറി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക്